ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കറുമുറയെ കടിച്ച് തിന്നാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് പാസ്ത കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. ഒരു പാസ്ത കുർക്കുറയാണ്. നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. ഇപ്പം നമുക്കൊരു സ്റ്റാർട്ടറോ സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ പാസ്ത കുർക്കുറ ഉണ്ടാക്കാൻ തുടങ്ങാം. പാസ്ത കുർക്കുറ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാസ്തയാണ്. ഈ ഷേപ്പിലുള്ള പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. പാസ്ത വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 ലിറ്റർ വെള്ളമാണ് ചൂടാക്കാൻ വെച്ചേക്കുന്നത്. കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനൊരു പശപ്പ് വരും. വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടാനായിട്ട് പാൻ കുറച്ച് സമയം മൂടി വെക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പാസ്തയും മക്രോണിയൊക്കെ വേവിക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ടതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി പാസ്ത നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ പാസ്തയിലെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ ഒന്ന് മൂടി കൊടുക്കാം. ഇപ്പോൾ പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം പാസ്ത വെന്തിട്ടുണ്ടോയെന്ന്. പാസ്ത കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെന്ത് പോകരുത്. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. നമുക്ക് പാസ്ത വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കിങ്ങനെ കൈ കൊണ്ട് അമർത്തി നോക്കാം. പാസ്ത നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് കോരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്ത വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാസ്ത വെന്ത് കുഴഞ്ഞു പോകരുത്. ഇനി കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാനൊന്നും പറ്റൂല. ഊറ്റിയെടുത്ത പാസ്തയുടെ പുറത്തേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പാസ്ത ഒന്നിലൊന്നും ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് വിട്ട് കിട്ടും. അപ്പം നമുക്ക് വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഓരോരോ പാസ്തയായിട്ട് വറുത്തെടുക്കാനും പറ്റും. ഇനി പാസ്തയുടെ വെള്ളം എല്ലാം പോയി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. വെള്ളമെല്ലാം പോയ പാസ്ത ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പാസ്ത നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പൊടികളിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികൾ പാസ്തയിലേക്ക് ഒന്ന് പിടിക്കുന്നവരൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പാസ്തയിലേക്ക് കുറേശ്ശെ പൊടി വീതം ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത പാസ്ത നമുക്ക് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം. വീണ്ടും ബാക്കിയുള്ള പാസ്തയിലേക്ക് കുറേശ്ശെ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പൊടി കുറേശ്ശെ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. പാസ്തയിൽ ഈ കാണുന്ന പോലെ നന്നായിട്ട് പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. പാസ്ത വറുത്തെടുക്കാനായിട്ട് പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസ്ത കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. പാസ്ത ഇട്ടതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുക്കാനായിട്ട്. എന്നാൽ കുറച്ച് സമയമെടുത്ത് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ പാസ്ത നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. പാസ്ത മൂത്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കോരിയെടുത്ത പാസ്ത ഒരു കിച്ചൺ ഡിഷോ കിച്ചൺ ടവലോ ഇട്ട പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള പാസ്തയും നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. എല്ലാ പാസ്തയും ഇതുപോലെ നല്ല വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ്. പാസ്ത വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുറച്ച് സമയമെടുത്ത് വേണം വറുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ
ഫ്ലെയിമിലൊക്കെ ഇട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ പാസ്തയുടെ ഉൾഭാഗം നന്നായിട്ട് കുക്കായി കിട്ടൂല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പാസ്തയിൽ ചേർക്കാനുള്ള ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാല, ടേസ്റ്റിനനുസരിച്ചുള്ള ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വളരെ ടേസ്റ്റി, നല്ല ക്രിസ്പിയുമായ നമ്മുടെ പാസ്ത കുർക്കുറെ റെഡി ആയി കഴിഞ്ഞാൽ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കണമെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒരു സ്റ്റാർട്ടർ, ഒരു സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.